അപ്പൊ എൻ്റെ പേര് ഷെരീഫ് ഫ്രം കാസർഗോഡാണ്. ഇപ്പൊ ദുബായില് ഉള്ളതാണ്. ഏകദേശം 3 മാസം 10 ദിവസമായി ഇതിലേക്ക് ദുബായിലേക്ക് വന്നിട്ട്. ഞാൻ ആദ്യം എൻ്റെ സ്റ്റോറിയിലേക്ക് കിടക്കാം. ഞാൻ ക്ലാസ് എടുക്കുന്നത് ടീച്ചർ അല്ല, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് ഞങ്ങളെ ഇവിടെയുള്ള എല്ലാവർക്കും ഒന്ന് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. അപ്പം ഞാൻ ദുബായിലേക്ക് സ്റ്റാർട്ടിങ് സ്റ്റേ ചെയ്യാം. ഞാൻ ദുബായിലേക്ക് വന്നത് 2007 2007 ഞാൻ വന്നു. ചെറിയൊരു ബിസിനസ് എൻ്റെ ഫാദർ ദുബായിലായിരുന്നു. ചെറിയൊരു ബിസിനസ് എനിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ദുബായിലേക്ക് വരുന്നത്. ദുബായിൽ വന്ന് 6 മന്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഫാദർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ആ ബിസിനസ് തന്നെ ഉണ്ടാക്കിയിട്ട് തിരിച്ചങ്ങോട്ടേക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ ഈ കണ്ടിന്യൂസ് ബിസിനസ്സുകൾ ഇമ്പ്രൂവ് ആയി നല്ല രീതിയിൽ ബിസിനസ് നല്ല രീതിയിൽ പോയി. 2010 എനിക്ക് 9 ഷോപ്പ് ദുബായിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷോപ്സ് ആയി ബിസിനസ്സിൽ. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആൻഡ് കഫ്തീരിയ, സൂപ്പർ മാർക്കറ്റ്, കബായ ഷോപ്പ്, എവരിത്തിങ്. 2010 എൻ്റെ കല്യാണം കഴിയുന്നത്. 2010 കഴിഞ്ഞ് 2011 ഞാൻ എനിക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ ബിസിനസ് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നായിട്ട് എൻ്റെ ബിസിനസ്സും എൻ്റെ ലൈഫിലുള്ള ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ നടന്ന് വന്ന് 2014 എൻ്റെ ഫാദർ മരണപ്പെട്ട്. അങ്ങനെ എൻ്റെ 9 ഷോപ്പും 2016 എൻ്റെ 9 ഷോപ്പും കൂട്ടേണ്ടി വന്നു. അങ്ങനെ 2017 2018 കാലഘട്ടത്തിൽ എനിക്ക് ഒറ്റൊരു ഷോപ്പ് ആയിട്ട്, ചെറിയൊരു ഷോപ്പായിട്ട് ഞാൻ ഈ ദുബായിൽ കടന്നു പോകുമ്പോൾ പിന്നെ എൻ്റെ അനുജന് ഒരു സിമ്മിന്റെ വിഷയത്തിൽ 4 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. 4 മാസം ജയിലിൽ കള്ളക്കേസിലായിട്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ മീറ്റിംഗ് നമ്മൾ പോയിക്കോ, നാളെ സംസാരിക്കാം. 4 മാസം പിന്നെ എൻ്റെ ബ്രദർ ജയിലിൽ കിടക്കേണ്ട ദുബായില്. അതിലെ കൂടി ഞാൻ നല്ലോണം തളർന്നു. പിന്നെ ഞാൻ ദുബായ് മതിയാക്കി നേരെ നാട്ടിലേക്ക് പോയി. എൻ്റെ സ്ലാങ് മനസ്സിലാകുന്നുണ്ടല്ലോ, ഞാൻ കാസർഗോഡ് സ്ലാങ് ആണ്. അപ്പം യെസ് ഇട്ടോ എല്ലാവരും. പിന്നെ ഞാനിത് പറയുന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കൂടുതൽ കുറെ ഈ സ്റ്റോറി ഉണ്ട്, അതെല്ലാം അവിടത്തേക്ക് കിട്ടി ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്താം. അങ്ങനെ ഓരോരോ ബിസിനസ്സും എൻ്റെ തളർന്ന് ഇങ്ങനെ പോവുകയാണ്. 2019 ഞാൻ നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇനി ദുബായ് മതി, ഇനി ബിസിനസ് നാട്ടിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഏകദേശം 2 CR സ്റ്റാർട്ടിങ് 1 CR ഇൻവെസ്റ്റ് ചെയ്തിട്ട് റണ്ണിങ് ബിസിനസ് ഒരു ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ദുബായിൽ നിന്ന് മുമ്പ് പരിചയപ്പെട്ട ഒരാളിൽ ഇൻവെസ്റ്റ് ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇവൻ എന്നെ പറ്റിച്ചു. ഏകദേശം 2 CR അടുത്ത് അവൻ എന്നെ പറ്റിച്ചു. പിന്നെ അതിന്റെ കൂടെ ബാക്കിലായി ഞാൻ തളർന്നു, ആകെ മാനസികമായി തകർന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി, ഭയങ്കരമായ തകർന്ന്. അവൻ എനിക്കിതേ കൊട്ടേഷൻ കൊടുത്തു, കേസ്, ഇതെല്ലാം പ്രശ്നങ്ങളായി. എനിക്ക് ഉറക്കില്ലാത്ത രാത്രികളായിരുന്നു. എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകാതെ എങ്ങനെ പോകണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ എൻ്റെ വൈഫിന് മാനസികമായി തകർന്ന് മംഗലാപുരം യൂണിറ്റ് ഹോസ്പിറ്റലിൽ കുറെ നാള് ചികിത്സിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ ഒരു സുഖക്കേടും ഇല്ല, പിന്നെ അവള് മാനസികമായി എന്തോ ഇതായതാണ്. എന്തെന്ന് ഡോക്ടർമാരോട് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ അവിടെ കുറെ പൈസ ചിലവാക്കി. പൈസകളെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു രൂപയില്ല. കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, പ്രോപ്പർട്ടി പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ വൈഫിന്റെ പിന്നെ ഏകദേശം 50 ലാഖിന്റെ ഗോൾഡ് പണയത്തിലായി. എൻ്റെ വേറൊരു പ്രോപ്പർട്ടി 20 ലക്ഷം രൂപക്ക് പണയത്തിലായി. പിന്നെ അങ്ങനെ മാനസികമായി തകർന്ന 4 വർഷം അതിന്റെ ബാക്കിൽ കൂടി. അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ ആ അവസ്ഥയിൽ എൻ്റെ ആ ടൈമിന്റെ ടെൻഷൻ 2019 2018 കാലത്ത് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ
അല്ല കാണുന്നുണ്ടല്ലോ, എന്റെ സ്ക്രീൻ ആണല്ലേ? യെസ് യെസ് പറ. ആ എന്റെ 2019 എന്റെ ഫോട്ടോ കാണുന്നുണ്ടോ? ഓക്കെ, വേറൊരു ഫോട്ടോ കണ്ട? കണ്ടില്ലേ? 2 ഫോട്ടോ കണ്ടല്ലോ അല്ലേ? ഹലോ സർ കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലേ? ഓക്കെ. അങ്ങനെ ഹലോ കേൾക്കുന്നുണ്ട് സർ. കേൾക്കുന്നുണ്ട്. ഓക്കെ. ഒരു മിനിറ്റ് ഇതില് അങ്ങനെ ഹലോ 2023 ഓഗസ്റ്റില് ഞാൻ എല്ലാം തളർന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ദുബൈയിലേക്ക് ഞാൻ വന്നു. ദുബൈയിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ദുബൈയിൽ വന്ന് ഇവിടെ എൻ്റെ ബ്രദേഴ്സ് ഉണ്ട് 2, അവരടുത്ത് പൈസ ഇല്ല. അന്നേരം ഞാനാണ് എൻ്റെ ഉപ്പാന്റെ മൂത്ത മകന്. അപ്പൊ ഞാനാണ് അവർക്ക് വഴി കാട്ടിയിട്ടുണ്ടായത്. അപ്പൊ അവരും തകർന്ന് കുടുംബം മൊത്തത്തിലാകെ ടെൻഷനിലായി. അങ്ങനെ ഞാൻ 2023 ഓഗസ്റ്റ് ദുബൈയിലേക്ക് വന്ന് ഇവിടെ 2 മാസം ഞാൻ 2 മാസം വിസിറ്റിങ്ങിന് വന്നു. എന്തെങ്കിലും തുടങ്ങാം, എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു വന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനുള്ള ഒരു വകുപ്പ് നമുക്ക് കാണുന്നില്ല. പിന്നെ എനിക്ക് തീരെ ഉറക്കില്ലാതെ രാത്രികളായിരുന്നു. ഞാൻ പനഡോള്, അഡോള്, പിന്നെ ഇവിടെ ഉറക്കിന്റെ ഗുളിക സെപ്പറേറ്റ് പോയിട്ട് വാങ്ങാൻ പറ്റില്ല. ലിസ്റ്റ് പോലും തരില്ല ഡോക്ടർ. അങ്ങനെ ഞാൻ അഡോളും പനഡോളും പിന്നെ 1-2 രാത്രി കഴിച്ചിട്ട് ഞാൻ കുടിക്കും, ഉറങ്ങും. എന്നാൽ ഉറക്കം വരില്ല. അങ്ങനെ 1 മാസം വരെ എനിക്ക് ഉറക്കില്ലാതെ രാത്രികളായിരുന്നു. അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഓൺലൈനിൽ വേറൊരാളെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്യും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യും. ഞാൻ അവരിൽ അറ്റൻഡ് ചെയ്ത് ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു ഒരു പേഴ്സണൽ മീറ്റ് ചെയ്യാൻ. അവർ ദുബൈയിലാണ്. പേഴ്സണൽ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു പിന്നെ എന്റെ സ്റ്റാഫിനെ ഇങ്ങ് ബന്ധപ്പെട്ട നമ്പർ തന്നു. സ്റ്റാഫ് പറഞ്ഞു ഒരു സിറ്റിങ്ങിന് 1 മണിക്കൂറേക്ക് 300 ദിർഹംസാ 400 ദിർഹംസാ. ഈ 400 ദിർഹംസ് പോയിട്ട് 10 ദിർഹംസ് എടുക്കാൻ കഴിയില്ലാതെ ഞാൻ എങ്ങനെ 300 ദിർഹംസ് എടുക്കും? അത് പറ്റൂല. അങ്ങനെ ഞാനത് 1 മാസം അവരുടെ ക്ലാസ്സിൽ 1800 രൂപ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ പിന്നെ കരീം സാറിന്റെ ഒരു ഗോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 99 ദിർഹംസിനുള്ള ഒരു ക്ലാസ് ഞാൻ കണ്ടു. ഞാനത് അപ്പം ഗൂഗിളിൽ അടച്ചിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത്. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോടുകൂടി സാറ് പറഞ്ഞു നിങ്ങൾ പിന്നെ ഒരു EFT ക്ലാസ് ഉണ്ട് 8 ദിവസം, അതിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾ ജോയിൻ ചെയ്യാം. ഞാൻ അതിൽ ജോയിൻ ചെയ്തു. 6000 കൊടുത്തിട്ടെന്ന് തോന്നുന്നു, ഓർമ്മയില്ല കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പണിയൊന്നും ശരിയായില്ല. അങ്ങനെ ഞാൻ നേരെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് സാറിന്റെ മലപ്പുറം പോയിട്ട് അതിന്റെ ഇടയിൽ ഞാൻ സാറിനെ പേഴ്സണൽ ബന്ധപ്പെട്ട്. ആ സാർ എല്ലാത്തിനും എനിക്ക് റിപ്ലൈ തരുന്നുണ്ട്, നല്ല രീതിയിൽ റിപ്ലൈ തരുന്നുണ്ട്. ഏത് ടൈമിന് ചോദിച്ചാലും പെട്ടെന്ന് റിപ്ലൈ കറക്റ്റ് കിട്ടുന്നു. മറ്റവര് പേഴ്സണൽ പോയാൽ റിപ്ലൈ പോലും തരില്ല. പക്ഷെ നമ്മളെ സൂമിൽ എന്ത് വേണമെങ്കിലും പറയും, പക്ഷെ പേഴ്സണൽ തരില്ല. സാർ നല്ല റിപ്ലൈ. അപ്പൊ ഞാൻ സാറിനെ ഉറക്കെ പിടിച്ചു. അങ്ങനെ ഞാൻ ഇവിടുത്തെ മലപ്പുറത്ത് ഒരു ദിവസം 1 ഡേ ക്ലാസ് ഉണ്ടാവും. ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടിയിട്ട് അവിടത്തേക്ക് പോയി. അവിടുന്ന് സാറ് പിന്നെ EFTന്റെ ഒരു 1 ഡേ ക്ലാസ് ആണ്. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അത് ഞാൻ ഇവിടെ 6000 കൊടുത്തിന്. ഞാൻ അതുകൊണ്ട് എനിക്ക് അവിടെ അങ്ങനെ പൈസ കൊടുക്കേണ്ടി വന്നില്ല. ചെറിയ എന്തോ അടുത്ത ചെലവിന്റെ പൈസ മാത്രം, എൻ്റെ വൈഫിനായതുകൊണ്ട്. അങ്ങനെ അത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡിസംബർ ട്രഷർ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു സാർ. അങ്ങനെ ട്രഷർ ക്ലാസ്സിന് എൻ്റെ വൈഫ് എന്തായാലും ചേരണം. അങ്ങനെ ജനുവരി 2-ാം തീയതി 7-ാം തീയതി തുടങ്ങുന്ന ട്രഷർ ക്ലാസ്സിൽ ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ 40,000 രൂപ ഫീസ് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ ഇപ്പൊ നമ്മൾ സംസാരിച്ച സാറോട് പറഞ്ഞു, സാറേ ഞാൻ പൈസ തരാം, കുറച്ച് ടൈമൊക്കെ തരാം, ക്ലാസ്സിൽ എനിക്ക് ജോയിൻ ചെയ്യണം പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. സാർ പറഞ്ഞു പ്രശ്നമില്ല, നീ ജോയിൻ ചെയ്തോ. അങ്ങനെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ എല്ലാവരും കൊടുക്കുന്നതിന് 1 മാസം ബാക്ക് ആയിട്ടാണ് ഞാൻ ക്യാഷ് കൊടുത്തത്.
അങ്ങനെ പിന്നീട് ഫസ്റ്റ് എമൗണ്ട് ഗഡുവല്ല എമൗണ്ട് അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ആ ഫസ്റ്റത്തെ എമൗണ്ട് കൊടുത്തു. ജനുവരി 22 ഞാൻ ദുബൈയിലേക്ക് പോകാം. ഞാൻ സാറോട് പറഞ്ഞു ഞാൻ ദുബൈയിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് കുറെ ഞാൻ അപ്പം വിഷനുകൾ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ് എന്നെല്ലാം ഞാൻ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. ആ വിഷനുകളെല്ലാം പിന്നെ വിഷനുകളെല്ലാം പിന്നെ കറക്റ്റ് ഞാൻ എല്ലാം നോക്കി കറക്റ്റ് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഞാൻ ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ എഴുതി വെച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടോ നമ്മൾ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഓൾറെഡി 2 CR പോയിട്ടുണ്ട്, ഓൾറെഡി കുറെ കടങ്ങളുണ്ട്, ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു കയ്യിൽ പോലും പൈസ ഇല്ല. കഴിഞ്ഞ ഇതിൽ വന്നിട്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും വേറെ ഫ്രീലാൻസ് വിസ എടുക്കാം, ഒരു 5000 ദിർഹംസ് 5000 ദിർഹംസ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്രീലാൻസ് വിസ അടിച്ചിട്ട് നാട്ടിൽ പോകാൻ പറ്റും. അതുപോലും എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ പൈസ പോലും എടുക്കാൻ കഴിയാതെയാണ് ഞാൻ 2 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ ജനുവരി 22 സാറിന്റെ ഫസ്റ്റത്തെ ക്ലാസ് കഴിഞ്ഞ് ജനുവരി 22 ഞാൻ ദുബൈയിലേക്ക് വരുന്നു. ഞാൻ എൻ്റെ ഗോളെല്ലാം സെറ്റ് ചെയ്തു. ആ ഗോൾ സെറ്റ് ചെയ്തിരുന്ന 2024 ജനുവരി 22 ഇവിടെ വന്നു. ഞാനിവിടെ വന്ന് ആദ്യം ഞാൻ വിഷനുകൾ കുറേ, ഞാൻ വിഷനെല്ലാം കറക്റ്റ് ആ വിഷൻ കാണിക്കുമ്പോൾ ഞാൻ ഓരോന്നോരോന്ന് പിന്നെ വിശദീകരിക്കാം. അങ്ങനെ സാറോട് ചോദിച്ചു, ഒരു ആഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഫസ്റ്റ് ഒരാളെ മീറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, പിന്നെ നമുക്ക് എന്താക്കണം, അപ്പൊ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാം, പ്രശ്നമില്ലാന്ന്. അപ്പം മുമ്പ് എനിക്ക് പൈസ ഒന്നും തരാതെ ഒരു വ്യക്തിയായിരുന്നു. ഇവൻ പറഞ്ഞ പ്രശ്നമില്ല, ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം, നീ തുടങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഫസ്റ്റ് ബിസിനസ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മളത് ആ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബിസിനസ് സെറ്റിങ്സിൽ വെച്ചത് ഞാൻ 2025 ഇങ്ങനെയുള്ള ഒരു ഓഫീസ് പോലെയുള്ള ആ ഓഫീസിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി ആ വിഷൻ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്താണ് എന്നുള്ള ഡീറ്റെയിലും കൂടി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. സാറേ മുമ്പ് സംസാരിച്ച ഹലോ യെസ് പറയൂ. ഇവിടുന്ന് ഈ ബാർ എടുത്ത് എങ്ങനെ മാറ്റല്? അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, ക്ലോസ് ബാർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ മനസ്സിലാകുന്നുണ്ടല്ലേ ഞാൻ പറയുന്നത് എല്ലാവർക്കും? ജസ്റ്റ് ഓക്കെ. ഇനി എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ വിഷൻ സെറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അതിന് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയാം. ഓക്കെ. പിന്നെ സാറ് പറഞ്ഞു ചിന്തിക്കണം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമാതിരി ചിന്തിക്കുക, പിന്നെ അതുമാതിരി വിഷൻ ചെയ്യുക, വിഷ്വലേഷൻ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓട്ടോമാറ്റിക് എൻ്റെ ലൈഫിലേക്ക് ഓരോന്നോരോന്നായിട്ട് അത് വരാൻ തുടങ്ങി. ഇനി ഞാൻ വിഷൻ സെറ്റ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെയെല്ലാം ചെയ്തിന്, എങ്ങനെ ഇത് എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കി, ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോവുകയാണ്. കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം എങ്ങനെയാണ് സെറ്റ് ചെയ്തെന്നുള്ള. ഇതാണ് എൻ്റെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത്. വിഷൻ ബോർഡ് സെറ്റ് ചെയ്തതിന് മീൻസിൽ ഇത് മാത്രമല്ല, ഇത് കൂടാതെ ഞാൻ ചെയ്തത് പിന്നെ ഇത് ഒരു PDF ഫയലായിട്ടാണ് എൻ്റെ ലാപ്ടോപ്പിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത PDF ഫയലാണ്. ഇത് കൂടാതെ ഇതിനെ ഒരു മീറ്റർ വീതിയും 1 മീറ്റർ ഇതെല്ലാം ഞാൻ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യിപ്പിച്ചത് ഞാനല്ല, എൻ്റെ ഒരു മരുമനെ കൊണ്ട്, എൻ്റെ ഒരു കസിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചമ്മലുണ്ടാവോ ഷെയിം ഉണ്ടാവോ എന്നല്ല തോന്നുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, അതെല്ലാം മാറ്റി വെക്കാം. നമ്മൾ ചമ്മലെല്ലാം മാറ്റി വെച്ചിട്ട് ലൈഫിലേക്ക് മുമ്പോട്ടേക്ക് പോകാം. അപ്പം ഇത് PDF ഫയൽ ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചു. മറ്റത് ഇനി ഞാൻ 1 മീറ്റർ അളവിൽ നമ്മുടെ
ഫ്ലക്സ് അവിടെ പോയിട്ട് ഡിസൈൻ ചെയ്തിട്ട് പ്രിന്റ് എടുത്തിട്ട് അതെന്റെ വീട്ടിൽ ഇത് വെച്ചു. അത് കാണിച്ചു തരാം. ഇത് ഞാൻ പ്രിന്റ് എടുത്തതാണ്. ഇത് കാണുന്നുണ്ടല്ലോ? യെസ്. ഈ 1 രൂപ ഇല്ലാതെ ദുബൈയിലേക്ക് വന്ന എനിക്ക് ബിസിനസിന്റെ ചെയർമാൻ ആൻഡ് ഫൗണ്ടർ പൊസിഷനിൽ കൂടിയിട്ട് ഞാൻ പാർട്ട്നേഴ്സ് വിസ അടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ 1 രൂപ എന്റെ കയ്യിലുണ്ടായിട്ട് അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഞാൻ എന്റെ വിഷൻ, ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കരീം സാറിന് നൽകുകയാണ്. ഞാൻ ഒന്നുമല്ല, തളർന്നെടുക്കുന്ന 10 കൊല്ലമായിട്ട് സ്ട്രഗിൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ ഈ നിലയിലേക്ക് എങ്ങനെ കൊണ്ടുവന്ന് എന്നുള്ള അതിനെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നാണ് നിങ്ങൾക്ക് എന്നെ സമീപിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എന്റെ ഫസ്റ്റ് പേജ്, സ്വപ്നങ്ങളുടെ കുറിപ്പ് പുസ്തകം. തോട്ട് ബിക്കം എ വേർഡ്സ്, വേർഡ് ബിക്കം എ ആക്ഷൻ, ആക്ഷൻ ബിക്കം എ, ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് വാക്കുകളായി മാറും, വാക്കുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കും, പ്രവൃത്തി പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഗോൾ. എന്റെ കടങ്ങളുണ്ട്. ഞാൻ എപ്പോഴും രാവിലെ ഉറങ്ങിയെണിക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കാണ് എന്റെ കടങ്ങളെ കുറിച്ച്. ഞാൻ എന്തിനെണിക്കുന്നു, എന്ത് എന്റെ ലൈഫ് എന്ത്, ഞാൻ ചിന്തിക്കുക. ഫുള്ള് ഡിഫറെന്റ് തിങ്കിങ് ആണ്. ഞാൻ ചിന്തകൾ മാറ്റി. മൈ ഗോൾ ഫിനാൻഷ്യൽ ഫ്രീഡം, ക്രെഡിറ്റ് എന്നുള്ള മെന്റാലിറ്റി എന്റെ മൈൻഡിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തു. അങ്ങനെ എന്റെ ഗോൾ സെറ്റ് ചെയ്തു. മൈ ഗോൾ ഇസ് ഇതിന്റെ ഇടക്ക് ഒരു 3 കോടി, ഏകദേശം 3 CR എന്നെ പറ്റിച്ചിട്ട് നാട്ടിൽ ഒരുത്തനടെ കറങ്ങി നടക്കുന്നുണ്ട്. അതിന്റെ സ്റ്റോറി ലാസ്റ്റ് വരും. പിന്നെ ഡെയിലി പ്ലാനർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുകൾ, ഇതുപോലുള്ള ബുക്ക്. നിങ്ങൾ ഇതെല്ലാം വാങ്ങണം. വെറുതെ സാറിന്റെ ക്ലാസ് കേട്ടിട്ട് എന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ആമസോണിന് ഡെയിലി പ്ലാനർ എന്നുള്ള ബുക്ക് കിട്ടും. കാണുന്നുണ്ടല്ലോ? ഇതാണ് ഞാൻ ചെയ്യുന്ന വർക്ക്. ഇത് അപ്പൊ ഡെയിലി പ്ലാനർ എന്താണെന്നുള്ളത് ഇത് നമ്മളെ പ്രാർത്ഥന, അതിനെ കുറിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും. നെക്സ്റ്റ്, ഡെയിലി 30 minutes മെഡിറ്റേഷൻ 4 AM. ഒന്നും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫായിരുന്നു. എങ്ങനെ എണീക്കണം, എവിടെ പോകണം ഒന്നുമില്ല. പിന്നെ അതിനെ സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുപോകും. 2024 കുറ്റിയടിച്ച് 2020 പണിതർ 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്. ഇൻഷാ അള്ളാഹ്, അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹം ഉണ്ട്. അത് ഞാൻ വിത്തിൻ 3 മന്തിന്റെ ഉള്ളിൽ ഇതിന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ഫസ്റ്റ്. സെക്കൻഡ്, ഞാൻ 2024 കഴിയുമ്പോൾ ഇതുപോലുള്ള കമ്പ്യൂട്ടർ, ഞാൻ IT ബിസിനസ്മാൻ ആണ്. IT ബിസിനസ് പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ഇവിടെ IT ട്രേഡിംഗ് ബിസിനസ്, ഇതുപോലുള്ള ഷോപ്പ് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തുടങ്ങിയത് ഇപ്പൊ ലോജിസ്റ്റിക് ബിസിനസ് ആണ്. ലോജിസ്റ്റിക് ആൻഡ് പിന്നെ ട്രേഡിംഗ് ബിസിനസ് 2 ലൈസൻസ് ആണ്. ഇപ്പം ഞാൻ ഷോപ്പ് തുടങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാൻ 1000 പീസുകൾ പിന്നെ കമ്പ്യൂട്ടർ സ്പെയർ പാർട്സ് ഞാൻ ഇവിടെ സെയിൽ ചെയ്ത് മാർക്കറ്റിൽ. അങ്ങനെ ഇന്നലെയല്ല, ഞാൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്ത പാട് ഇതിന്റെ ഓരോ ലിങ്ക് ആയിട്ട് വരുന്ന ഓട്ടോമാറ്റിക് നമ്മൾ എന്താണോ ആഗ്രഹിച്ച് അത് ഷോപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല. ഇതിങ്ങനെ നമ്മളെ മെന്റലി വന്ന് ഓട്ടോമാറ്റിക് നമ്മൾ ബിസിനസ് നമ്മളെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്ത് വന്നു. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഏകദേശം ഒരു 6 ലക്ഷം ഇന്ത്യൻ മണി ഈ 3 മന്തിന്റെ ഉള്ളിൽ ഈ ബിസിനസ്സിലൂടെ ഞാൻ ഏൺ ചെയ്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് ക്യാഷ് അയച്ചിട്ടുണ്ട്. 6 ലക്ഷം ഈ ബിസിനസ്, കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്തിട്ട്. പക്ഷെ ഈ ബിസിനസ് ഷോപ്പ് തുടങ്ങിയിട്ട, പക്ഷെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി കസ്റ്റമർ ബിൽഡ് ചെയ്ത് ഓട്ടോമാറ്റിക് കസ്റ്റമർ വന്ന് എന്റെയിലേക്ക് പല സാഹചര്യങ്ങളുടെ പല വ്യക്തികളുടെ എന്റെയിലേക്ക് കസ്റ്റമർ വരുന്നു. ഇന്ന് സാധനങ്ങൾ വേണമെന്ന് പറയുന്നത് ഞാൻ അത് എടുക്കുന്ന മാർക്കറ്റും ഞാൻ കൊടുക്കുന്നു. ചിലപ്പം 1000 പീസ് കൊടുക്കുമ്പോൾ ഒരു പീസിന്റെ നമ്മൾ 1 ദിറംസ് നമുക്ക് ലാഭമുണ്ട്. 1 ദിറംസ് 1000 ദിറംസായി. 1000 ദിറംസ് ആകുമ്പോൾ ഇന്ത്യന്റെ ഏകദേശം 23,000 രൂപ ഇന്ത്യന്റെ. അങ്ങനെയാണ്. ഞാനിപ്പോ ഒരു 500 ദിറംസ് അവിടെ കൊടുത്തതെന്ന് ഇപ്പൊ ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരാളോട് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ അതൊരു സെയിലാണ് നടക്കുന്നുള്ളത്. ആ സെയിലിലെ കൂടി എനിക്ക് ഒരു ഇന്ത്യൻ ഒരു 500 ദിറംസ് എനിക്ക് കിട്ടും. അല്ല, ഞാനത് എക്സ്പീരിയൻസ് പറയുന്നതാണ്. ഷോപ്പ് തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, ഈ കമ്പ്യൂട്ടർ ഷോപ്പിന്റെ ബിസിനസ്. ഇത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടാക്കി.
ബക്കാല ഷോപ്പ് വേറൊരു പാർട്ണർ, എൻ്റെ ബ്രദേഴ്സായിട്ട് പാർട്ണറായിട്ട് ഞാൻ ഗ്രോസറി ബിസിനസ് സ്റ്റാർട്ടാക്കിയിട്ട് അതിന്റെ ഇൻകം എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് 2024 അവസാനമായി ഫാമിലി ഉംറ ചെയ്യണം. ഞാൻ ഇതിന്റെ മൾട്ടിപ്പിൾ എൻട്രി വിസ അടിക്കാൻ വേണ്ടി ഞാൻ ഫയലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐഫോൺ 16 പ്രോ എടുക്കണം. അന്ന് ഞങ്ങൾക്ക് പൈസ, ഈ ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഡേറ്റ് കൊടുത്തത് 2024 കഴിയുമ്പോഴേക്കും. അന്ന് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നു ഞാൻ വിചാരിച്ചില്ല. ഐഫോൺ 15 പ്രോ എടുക്കാനുള്ള ഇത് ഞാൻ എഴുതിട്ടിരുന്നു. പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ ഐഫോൺ എടുക്കണോടാ പറഞ്ഞ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇല്ല, എടുക്കണം. പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യും, ഒരു 4000 ദിർഹംസ് എനിക്ക് തരാം, നീ ഇപ്പൊ തരണ്ട. 4000 ദിർഹംസ് ഇന്നലെ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തിട്ട നാളെയും മറ്റന്നാളെയും എടുക്കാൻ വേണ്ടി ഇങ്ങനെ മാർക്കറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. 2015 പ്രോ 2016 ഇറങ്ങിയിട്ട 2015 പ്രോ മാക്സ് 512 ഓൾറെഡി ഞാൻ അവിടെ ഷോപ്പിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാഷ് വേറെ ഫ്രണ്ട് തന്നോ. ദെൻ ഇനി ഈ കൺട്രികളെല്ലാം പോകണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതെങ്ങനെ പോകും പൈസ ഇല്ലാതെ എന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ ബിസിനസ്, എൻ്റെ പാർട്ണർ ഒരു കെനിയക്കാരനാണ്. ഇപ്പം ഒരു കെനിയനും പിന്നെ എൻ്റെ ഒരു കസിനും ഉണ്ട്. അപ്പം നമ്മൾ ബിസിനസ് ഓൾ ഓഫ് ദ വേൾഡിലേക്ക് വ്യാപിപ്പിക്കേണ്ട പ്ലാനിങ്ങിലുള്ള. അപ്പൊ ഞാനിപ്പോ 2 മന്ത്സിന്റെ ഉള്ളിൽ കെനിയയിലേക്ക് ഏകദേശം ഓഫീസ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. റുവാണ്ട, കോങ്കോ, ദെൻ കെനിയ എന്നീ രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ഏകദേശം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 2 മന്ത്സിന്റെ ഉള്ളിൽ ഞങ്ങൾ യാത്ര ചെയ്യാൻ എല്ലാ അവിടെ സെറ്റപ്പ് എല്ലാം നടത്തിയിട്ടുണ്ട്. അവിടെ യാത്ര ചെയ്യാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം യാത്ര പോകണമെന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചത് നോക്ക്, ആകെ 2 രാജ്യങ്ങളെ ഈ കൊല്ലം പോകണ്ടെന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഓൾറെഡി പിന്നെ 3-4-5 രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും എൻ്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ദുബായ് ഫാമിലി മൊത്തം സെറ്റിൽ ആവണം. ഞാൻ മുമ്പ് എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ദുബായിൽ തന്നെ ഉണ്ടായതാണ്. 2007 മുതൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 6-7 കൊല്ലം വരെ എൻ്റെ ഫാമിലി ഞാൻ മൊത്തം ദുബായിൽ സെറ്റിൽ ആയത്. പിന്നെ ബിസിനസ് പൊട്ടാൻ തുടങ്ങി, ഫുള്ളായിട്ട് പോകുമ്പോൾ ഞാൻ നാട്ടിലേക്ക് അയച്ചതാണ്. പിന്നെ ഞാൻ നാട്ടിൽ സെറ്റ് ആയിട്ട് ആകുമ്പോൾ പിന്നെ പ്രശ്നങ്ങൾ പിന്നെയും 2025 ഫോർച്യൂണർ ലെജൻഡർ എടുക്കണം. എൻ്റെ വിഷൻ എല്ലാം വലുതാണ് കേട്ടോ. ഒന്നും ഇല്ലായ്മയെന്നുള്ള ഒന്നും എൻ്റെ 0 എഴുതിയ വിഷനുകളാണ്. അപ്പൊ ആ സാറിന്റെ ആ വാക്കുകളെ കേട്ട് ഞാൻ തിങ്ക് ചെയ്തല്ലേ വലുത്. എന്നെ വരാൻ പോകുന്നൊരു വലുതാണ്. ലെജൻഡർ ഫോർച്യൂണർ എടുക്കണം. 2025 കഴിയുമ്പോഴേക്കും നല്ല ലൊക്കേഷനിൽ ദുബായിൽ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. സൂപ്പർ മാർക്കറ്റ് ഇത് ഞാൻ ഓൾറെഡി നോക്കുന്നുണ്ട്. നല്ല ലൊക്കേഷൻ ഇപ്പോൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞെങ്കിൽ അതിനുള്ള പേയ്മെന്റ് എന്നിലേക്ക് വരും. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ പേയ്മെന്റിലേക്ക് വരും എന്നുള്ള വിശ്വാസം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള. എൻ്റെ വൈഫിന്റെ ഗോൾഡ് ഞാൻ പറഞ്ഞില്ല, എല്ലാം പണയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം 250 പവനോളുണ്ടായിരുന്നു. അത് മൊത്തം അങ്ങനെ ഇങ്ങനെയായിട്ട് ഇതായി. അപ്പം 2025 ലാംബ്ലക്ക് എൻ്റെ വൈഫിനുള്ള 250 ഗോൾഡും ഞാൻ എടുത്തു കൊടുക്കും ഇൻഷാ അള്ളാ. 2025 ദുബായിൽ ബെൻസ് ജി വാഗൺ. ഇത് ബെൻസ് ജി വാഗണാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ മാസം ദുബായിൽ ജി വാഗണും പിന്നെ ലാൻഡ് ക്രൂയിസറും വണ്ടി ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഷോറൂമിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അതെടുക്കേണ്ട സാഹചര്യങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത്. 2025 ജനുവരി M2 crore ബാങ്ക് ഡെപ്പോസിറ്റ് അതിന്റെ പ്രിപ്പറേഷനിലാണ്. ഞാൻ 2025 ഒരു മാനിഫെസ്റ്റേഷൻ ബിസിനസ് കോച്ച് ആവണമെന്ന് എഴുതിച്ചു 2025. പക്ഷെ അതിന്റെ തുടക്കമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുമ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു തുടക്കം. ഇതും ഒരു ഇൻസിഡന്റ്. പിന്നെ സാറിൻ്റെ പറഞ്ഞിങ്ങനെ ഞാൻ എടുക്കാം. പക്ഷെ ഞാനിത് 2025 മാനിഫെസ്റ്റേഷൻ ബിസിനസ് കോച്ചാവണം ഞാൻ അന്ന് എഴുതി വെച്ചിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള 56 ആൾക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചേരാൻ അത് എൻ്റെ ഒരു ക്ലാസ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു തുടക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2025 ഫാമിലി ആയിട്ട് കാശ്മീർ, ഡൽഹി, മണാലി, കാശ്മീർ ഇൻഷാ അള്ളാഹ് നാട്ടിലേക്ക് നാട്ടിൽ പോയപാട് എൻ്റെ ഫാമിലി ആയിട്ട് ഇവിടെ ഒന്ന് കറങ്ങണം എന്നുള്ള ഒരാഗ്രഹം. പിന്നെ യൂട്യൂബർ ആവണം. 2025 ഒരു ബ്ലോഗറാണ്. ഓൾറെഡി ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യത്തിന് ഞാൻ ഓൾറെഡി ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UAE കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടിക്ടോക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ എല്ലാം ഞാൻ എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ
ഇതിൽ ഇംഗ്ലീഷ് നന്നായി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇംഗ്ലീഷ് സംസാരിക്കണം ഫ്ലുവൻ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ കെനിയക്കാരാണ്, കെനിയയിലുള്ളതും ആഫ്രിക്കക്കാരാണ്, അവരുടെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് നിർബന്ധമായി ഇംഗ്ലീഷ് സംസാരിച്ചതിന് പറ്റും, ഇവരോടെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കണം. എൻ്റെ കസ്റ്റമർ കെനിയക്കാരാണ്, സോറി കെനിയല്ല, ആഫ്രിക്ക ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആഫ്രിക്കയിലെ കസ്റ്റമറാണ്. എൻ്റെ പാർട്ണർ കെനിയക്കാരനാണ്. പിന്നെ എൻ്റെ പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്യുന്നതെല്ലാം കെനിയയും നൈജീരിയ, റുവാണ്ട, കോങ്കോ. അപ്പൊ അവരോടെല്ലാം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കണം. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് പിന്നെ ഫ്ലുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അവർ സംസാരിക്കുന്നത് കേട്ട് ഇപ്പൊ ഞാൻ ഇംഗ്ലീഷായി നല്ല രീതിയിൽ സംസാരിക്കാനുള്ള രീതിയിലേക്ക് അവരുടെ കൂടെ നിന്നിട്ട് പഠിച്ചു. അപ്പൊ ഇതിനൊരു അവസരം നമ്മൾ എഴുതി വെച്ചതുകൊണ്ട് നമ്മളിലേക്ക് ഓൾറെഡി പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന അവസരങ്ങൾ നമുക്ക് കൊണ്ടുതരുന്നതാണ്. എഴുതി വെച്ചതിനുള്ള അവസരങ്ങൾ നമ്മളെ ഓട്ടോമാറ്റിക് നമ്മുടെ ലൈഫിലേക്ക് വന്നു. ഓൾറെഡി അറബി സംസാരിക്കാം, പിന്നെ ഹിന്ദി സംസാരിക്കാൻ നന്നായിട്ട് അറിയാം, പിന്നെ കന്നഡ നമ്മുടെ നാട്ടില് എൻ്റെ ബോർഡർ, കാസർഗോഡ് ബോർഡറാണ് കന്നഡ, അതുകൊണ്ടാണ് ഞാൻ കന്നഡ. മൈ ഡ്രീം ഓഫീസ് ബിൽഡിംഗ് ഇൻ ദുബായ് 2025 ഇതുപോലുള്ള ആയിരിക്കണം എൻ്റെ ദുബായ്. ഞാൻ ഇതാണ് 2025 ചെയ്യണം എന്ന് എഴുതി വെച്ച ബിൽഡിങ്ങിന്റെ ഓഫീസാണ് ഇത്. പക്ഷെ ഇതൊരു ഇമാജിനേഷൻ. ഞാൻ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന എൻ്റെ ഓഫീസ് നല്ല വിശാലമായ ഓഫീസാണ്. പിന്നെ മീറ്റിംഗ് ഹാൾ ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, പിന്നെ വെയർ ഹൗസ് വേറെയാണ്. അപ്പം ഈ ഓഫീസിലേക്ക് 2025 എത്തണം എന്നാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അനുഗ്രഹം കൊണ്ട് ഞാൻ ജനുവരി 22 ദുബൈയിലേക്ക് വന്ന് ഫെബ്രുവരിയിൽ ഞാൻ ഈ ഓഫീസ് സ്റ്റാർട്ടാക്കി. ഈ ഓഫീസിലൂടെയാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള ബിസിനസ്, ഞാൻ ഇതിൽ എഴുതി വെച്ച ഓരോ ബിസിനസ് കണക്റ്റായിട്ട് ഇതിലേക്ക് മുമ്പോട്ടേക്ക് പോകുന്നത്. പിന്നെ 5 ഏക്കർ സ്ഥലം കൂടുതൽ, അത് നമ്മുടെ നാടിന്റെ തൊട്ടപ്പുറമുള്ള ഒരു സ്ഥലത്ത് ഇത്ര ഏക്കർ സ്ഥലം എടുക്കണം എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാ അള്ളാ അതെടുക്കും. 2026 അതിന് മുമ്പ് ഞാൻ ഇതെടുക്കും. പിന്നെ ലാൻഡ് ഓവർ ഡിഫൻഡർ ബ്ലാക്ക് 2026 മാർച്ചിൽ 2026 മാർച്ചിൽ ലാൻഡ് ഓവർ ഡിഫൻഡർ ഞാൻ എടുക്കും. എൻ്റെ മൊബൈലിൽ ഫുള്ളായിട്ടും ഫോട്ടോവും എല്ലാ കാര്യങ്ങളൊക്കെ ഈ ഡിഫൻഡർ തന്നെ, ഫുൾ ഇമാജിനേഷൻ. ഞാനിപ്പോൾ കറങ്ങുന്നത്, ഞാൻ പോകുന്നതിന് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നതെല്ലാം ഞാനിപ്പോൾ ഡിഫൻഡറിലാണ്. പക്ഷെ ഇമാജിനേഷൻ, ജസ്റ്റ് ഡ്രീം. 2027 കഴിയുമ്പോഴേക്കും നല്ല ലൊക്കേഷന് ഹൈപ്പർ മാർക്കറ്റ്, UAE ലുലുവിനെ പോലുള്ള ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. 2020 ശോഭ ഡെവലപ്പേഴ്സിൽ മാംഗ്ലൂരിൽ 3 ബെഡ്റൂം ഫ്ലാറ്റ് എടുക്കണം. 2027 അവസാനം ഫാമിലി ആയിട്ട് ഹജ്ജ് ചെയ്യണം. 2021 ആകുമ്പോഴേക്കും മാൻ പവർ ആൻഡ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ എസ്റ്റേറ്റ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഞാൻ ഒരു ഫ്ലാറ്റ് റെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് ഞാൻ അഡ്വാൻസ് ഇന്നലെ കൊടുത്ത്. അപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ സ്റ്റാർട്ടിങ് ഇന്നലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2027 നോർത്ത് ഇന്ത്യയിൽ ചാരിറ്റി പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണം. നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കേരളത്തിനെക്കാട്ടും വളരെ പരിതാപകരമല്ല നോർത്ത് ഇന്ത്യ. അവിടെ ഇറങ്ങിച്ചെന്നിട്ട് ഞാൻ എൻ്റെ ബിസിനസ് ഡെവലപ്പ് ആയതിനു ശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് ചെക്കേറി അവിടെ ചാരിറ്റി പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള, സ്വന്തം ക്യാഷ് കൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. അതിനുശേഷം നിങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ട് അതും നടക്കും. 2020 എൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റ് 10 crore ഡെപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. 2021 ആകുമ്പോഴേക്ക് 500 പേര് ജോലി ചെയ്യുന്ന കമ്പനിയായി മാറണം ഇൻ ദുബായ്. ഇപ്പൊ എൻ്റെ കമ്പനിയിൽ 15 പേരുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയിൽ 15 പേരാണ് വർക്കിംഗ് ഉള്ള. 2029 ആകുമ്പോഴേക്കും 500 പേര് ജോലി ചെയ്യുന്ന കമ്പനിയായി മാറണം. 2030 കാഞ്ഞങ്ങാട് ഇതുപോലുള്ള കോംപ്ലക്സ് പണിയണം. 2030 500 കോടി ടേൺ ഓവറുള്ള കമ്പനിയായി മാറണം. അത് ഏരിയയിൽ 2035 മംഗലാപുരം ഇതുപോലുള്ള ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. മംഗലാപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കർണാടക സ്റ്റേറ്റിലെ മംഗലാപുരം ആണ് ഇത്. ഇതൊന്ന് PDF ആണ്. ഇതിന് ഏടെല്ലാം ഞാൻ എങ്ങനെയെല്ലാം ചെയ്തു വെച്ചിരുന്നുള്ള രീതിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇതൊന്ന് PDF. ഇതുമാതിരി നിങ്ങൾ എല്ലാവരും ചെയ്യണം. കറക്റ്റ് ഇമാജിനേഷൻ ആയിരിക്കണം. പിന്നെ ഞങ്ങളെ ടൈം, ഡേറ്റ് എല്ലാം കൊടുത്ത് അത് ഡെയിലി ഒരു പ്രാവശ്യം ഏത് ടൈമിനും നിങ്ങൾ അത് നോക്കിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് നമ്മളിലേക്ക് അത് ആകർഷിക്കും. ഓട്ടോമാറ്റിക് അത് ഞങ്ങളിലേക്ക് വരും. പൈസ ഒന്ന് വേണമെന്ന് ചിന്തിക്കണം. നിങ്ങളെ കയ്യിൽ 1 രൂപ വേണ്ട, നിങ്ങൾ വലിയ കടക്കാരനായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇത് മൈ എക്സ്പീരിയൻസ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ നെറ്റും ഇതുപോലുള്ള ഫോട്ടോസ് നിങ്ങൾ എന്താഗ്രഹിക്കും, നിങ്ങൾ ചെറുതാഗ്രഹിക്കണ്ട, വലുത് ആഗ്രഹിക്കും. ലൈഫിൽ എല്ലാം ഞാൻ ചെറുതാണ് ആഗ്രഹിച്ചത്, അതിനെക്കാട്ടി വലുത് നിങ്ങൾ ആഗ്രഹിക്കും.
ഓട്ടോമാറ്റിക് നിങ്ങളിലേക്ക് അത് വന്നു ചേരും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. വരും എന്നിട്ട് ഞാൻ ഇതുപോലുള്ള ചിന്തിച്ച് എങ്ങനെ വരൂ, എങ്ങനെ പോകും, എന്താ എന്ന് ചിന്തിച്ചിട്ട് കുറെ നാൾ വെറുതെ എൻ്റെ ടൈം വേസ്റ്റ് ആയി. ലാസ്റ്റ് ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സിൽ എത്തിപ്പെടാൻ പറ്റിയത്, അതും ആ അവസരങ്ങൾ എത്തിപ്പെടാൻ പറ്റിയത് തന്നെ പ്രപഞ്ചത്തിന് നന്ദി. പിന്നെ ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒരു പ്ലാനിങ് നമ്മളെ ഡെയിലി പ്ലാനിങ് അല്ലേ, രാവിലെ എണീക്കുമ്പോൾ ഒരു പ്ലാനോടുകൂടി ഉണർന്ന് എണീക്കാം. രാത്രി ഉറങ്ങുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡോടെ ഉറങ്ങാം. ഇനി ഇത് ചെയ്ത വർക്കുകൾ ഇത് നോക്കിക്കോ, ഇത് നിങ്ങളിപ്പോ ഞാൻ PDF, ഇനി നെക്സ്റ്റ് ഇത് എൻ്റെ മൊബൈലിൽ ലാപ്ടോപ്പിൽ എല്ലാം പിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഞാൻ നിങ്ങൾ മുമ്പ് കാണിച്ച് ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻസ് നോക്കുക. എൻ്റെ ഇതെല്ലാം നോക്കിയോ, ഫുള്ള് എൻ്റെ ഡെസ്ക്ടോപ്പെല്ലാം നോക്കിയോ, നോക്കിയോ ഫുള്ള് ഫോട്ടോസ് എന്താണെന്ന് നോക്കിയോ, നിങ്ങള് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? യെസ്, കാണുന്നുണ്ടല്ലോ. ആ ഇതാ റേഞ്ച് റോവർ വണ്ടി, ക്യാഷ് ഡോളർ, ഫുൾ ഡോളറാണ്. ഗോൾഡ്, wake up immediately, get up the bed, strategy. ഈ ഫോട്ടോ ആണ് എൻ്റെ ഫോട്ടോ. എപ്പോ ആ ടെൻഷൻ അടിച്ച ഫോട്ടോ, ഇപ്പോഴത്തെ എൻ്റെ ഫോട്ടോ. മാറ്റം, ട്രാൻസ്ഫോർമേഷൻ, എന്നിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ, ജസ്റ്റ് റിയാലിറ്റി. ദിസ് റിയാലിറ്റി. ഇത് ഞാൻ 2019 ഫോട്ടോ ഇങ്ങനെ കാണിച്ച ജസ്റ്റ് ഈ ഞങ്ങളെ ചിന്ത മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ ഓൾറെഡി ട്രാൻസ്ഫോമറായി. ഞാൻ ഒരു ബിസിനസ്മാൻ ആയി, ഞാൻ മാനിഫെസ്റ്റ് കോച്ചായി. നിങ്ങൾക്ക് 55 ആൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഇതിലെന്തെങ്കിലും നിങ്ങൾ ഉൾക്കൊണ്ടാൽ അത് ഞാനൊരു കോച്ചായി മാറിയില്ല. ഇത് ഞാൻ മുസംബിക് എന്നുള്ള രാജ്യം, മുസംബിക് ആഫ്രിക്കൻ കൺട്രിയിലെ മുസംബിക് രാജ്യത്തിലെ കൗൺസിലർ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. ഞങ്ങളൊരു ബിസിനസ് ഇതിന്റെ സൈനിങ്ങിന് പോയിട്ടാകുമ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഇതെല്ലാം ആഫ്രിക്കക്കാരാണ്. എൻ്റെ ഇപ്പോഴുള്ള ബിസിനസിന്റെ കണക്ഷൻസ് ആണ്. ഇതാ കൗൺസിലേറ്റ് ഓഫ് ജനറൽ മുസംബിക് ആൽബർട്ടോ ഡൊണാൾഡോ, അതിൽ കാണുന്നുണ്ടല്ലോ, ഈ അംബാസഡറിന്റെ വിസിറ്റിംഗ് കാർഡാണ്. ഓൾറെഡി ഞാൻ കയറി ചെല്ലാൻ തുടങ്ങി ഓൾ ഓഫ് ദ വേൾഡ് ലെവലിലേക്ക്. ഇത് എൻ്റെ കമ്പനിയുടെ ഇത്ര ആളല്ല, കൂടുതൽ ആളുണ്ടായി. എൻ്റെ കമ്പനിയുടെ ഇഫ്താർ പ്രോഗ്രാമിന്റെ ഒരു ഇതാണ്, ഫോട്ടോസാണ്. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് പറയാം. ഞാൻ ഇത് കണ്ടില്ലേ നിങ്ങളെ, എന്താ പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ്, ഇതിന്റെ ഗുളിക, ഇത് നിങ്ങൾക്ക് അറിയുന്ന ആളുണ്ടെങ്കിൽ അറിയും. ഈ ഗുളിക മെഡിക്കൽ പോയെങ്കിൽ ഇത് കിട്ടൂല. ഇതെന്തിൻ്റെന്ന് വെച്ചാൽ ഉറക്കില്ലാതിന്റെയും ഡിപ്രഷന്റെയും മാനസികമായി തകർന്നിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഈ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഈ ഗുളിക വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരു ഡോക്ടർ, ആ ഡോക്ടറിന്റെ അടുത്തേക്ക് നിർബന്ധിച്ചിട്ട് ഞാൻ എഴുതിപ്പിച്ചതാണ്. അവൻ പറഞ്ഞു ഇത് ബാണ്ട ഷെരീഫ്. ഞാൻ പറഞ്ഞു ഇങ്ങ കൊണ്ടാ, ഇനി എനിക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചിങ്ങനെ ചെയ്യും. അങ്ങനെ അവന് പേഴ്സണൽ ഒരാഴ്ചത്തേക്ക് എഴുതുന്നു. ഞാനിത് ഏകദേശം 1 മാസം കഴിച്ചു. 1 മാസം ഈ ഗുളിക. എൻ്റെ മെഡിക്കൽ രണ്ടാമത് ഫ്രണ്ടിന്റെ മെഡിക്കൽ പോകുമ്പോൾ കഴിക്കേണ്ട ഷെരീഫ്, ഇത് ഭയങ്കര പ്രശ്നം വരും. 1 മാസം എനിക്ക് ഉറക്കില്ല. ലാസ്റ്റ് ആടുന്ന് ഞാൻ മാറിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഗുളിക നിങ്ങൾക്ക് അറിയുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ജസ്റ്റ് നോക്കിക്കോ. നിങ്ങൾ ആരോട് വേണമെങ്കിലും ഇത് ചോദിച്ചു, ഈ ഗുളിക മെഡിക്കലിന് കിട്ടും, ആർക്കും കിട്ടൂല, ഇത് കൊടുക്കാൻ പറ്റൂല. ഇപ്പം പുതിയ ഫോട്ടോസ് ആണ് എൻ്റെ. ഇതെന്റെ ബ്രദറാണ് പുതിയ. ഇതെന്റെ വേറൊരു ബിസിനസ് ഞാൻ പറഞ്ഞില്ല ഗ്രോസറി, എന്റെ ഗ്രോസറിയാണ്. ദുബായിലല്ലേ. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടായി തോന്നില്ലേ. സ്റ്റാർട്ടിങ് 2019 കണ്ട ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ. ഇത് ഐവറി കോസ്റ്റിലെ ഒരു ബിസിനസ്മാൻ ആണ്, ഒരു ബിസിനസ് മീറ്റ് ആണ്. ഇത് റുവാണ്ടയിലുള്ള ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന ഒരു ടീമാണ്. ഓക്കെ, എന്നെ നോക്കിയോ. ഇനി ഞാൻ പുസ്തകങ്ങളാക്കിയത്
ഹലോ, ഞാൻ പിന്നെ PDF ആക്കിയിട്ടുണ്ട്, അതുകൂടാതെ ഫ്ലെക്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് A4 സൈസിൽ പ്രിന്റ് എടുത്തിട്ട് പുസ്തക രൂപത്തിലാക്കി വെച്ച ഇതാണ്. അത് നിങ്ങൾ നോക്കിയോ. ഓക്കെ, ഡെയിലി പ്ലാനർ ബുക്കാ. ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക്. ഡെയിലി ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. എന്റെ വിഷന്റെ കാര്യങ്ങള് അന്ന് ഫസ്റ്റ് ആണ് ഇത്. ഇപ്പല്ലേ കുറെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ചെയ്ത് വെച്ചു. പ്രോസസ്സിങ്, അതിന്റെ കാര്യങ്ങള്. വേറൊരു ഡേറ്റ് ഇത് ഡേറ്റ് ബേസ് ചെയ്തിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ എഴുതിയത് ചാർട്ടാക്കി. ഇത് ചുമരിനെ ഒട്ടിച്ചത്. ഇത് ചാർട്ട് ബോർഡിലാണ്. ഞാൻ ഇതിന് ശേഷമാണ് ഞാൻ ഫ്ലെക്സിൽ പ്രിന്റ് എടുത്തത്. അപ്പം ഞാൻ എനർജി ലെവലിൽ കൂടി, എൻ്റെ ലൈഫ് ട്രാൻസ്ഫോമർ ആയി ഓൾറെഡി. അപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയും, വേറൊരു എക്സ്പീരിയൻസ്. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ 1.5 കൊല്ലമായി ദുബായിൽ കുടുങ്ങി കിടക്കുന്നു. 1.5 കൊല്ലമായി ദുബായിൽ കുടുങ്ങി. ഒരു അറബിക്ക് ഒരു കേസിന് വിധി വന്നിട്ട് 1,60,60,000 ദിർഹംസ് കൊടുക്കാനുണ്ട്. വിധി കൊടുക്കാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. വിസയിൽ ഓൾറെഡി എക്സ്പയർ ആയിട്ട് ഏകദേശം 1.5 കൊല്ലം വിസ എക്സ്പയർ ആയി. ഇവൻ ആരും ഫോൺ എടുക്കുന്നില്ല. ഇവന് നമ്മളെ ഫാമിലി ഗ്രൂപ്പ് എല്ലാത്തിനും ലെഫ്റ്റ് അടിച്ച്. ഇവൻ എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ തന്നെ ഓൾറെഡി തളർന്നിട്ടുണ്ട്. അവന് ഞാൻ കഴിഞ്ഞ വിധത്തിലൊന്നും ഞാൻ വിളിക്കാന്നില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രശ്നത്തിലുള്ളത്. അങ്ങനെ ഈ പെരുന്നാളിന്, ഇപ്പൊ കഴിഞ്ഞ പെരുന്നാൾ, ചെറിയ പെരുന്നാളിന് ഞാൻ അവനെ പോയി കണ്ട്. ഇവൻ എന്നെ വിളിക്കാറില്ല, ഞാനും വിളിക്കാറില്ല. എന്റെ കസിനാണ്. ഞാൻ ഇവനെ ഇവളുടെ അടുത്തേക്ക്, ഷാർജയിലാണ്, ഇവൻ ഇവളുടെ അടുത്തേക്ക് പോയി കണ്ട്. ഞാൻ പറഞ്ഞ എന്ത് പ്രശ്നം ഇങ്ങനെ. അപ്പം പറഞ്ഞ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്, എനിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഒരു നല്ല ബിസിനസ്മാൻ ആയിരുന്നു. വീട്ടിലെ കുറെ ഫ്ലാറ്റും കാര്യങ്ങളും എല്ലാം ഉള്ള ബിസിനസ്മാൻ ആയിരുന്നു. പൊട്ടി പാളീസായി. ഞാൻ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യം. എന്റെ ലൈഫ്
എനിക്ക് അറിഞ്ഞിട്ടുണ്ടാകാം. ഞാനും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇതില് പിന്നെ ഈ അറബിന്റെ മനസ്സ് മാറുന്നില്ല. 1,60,000 ദിർഹംസ് കൊടുക്കണം, ഏകദേശം ഇന്ത്യന് 40 ലക്ഷം റുപ്യ. ഇത് കൊടുക്കാതെ തന്നെ അവൻ പിടിയില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെല്ലാം ഞാൻ വഴി ഉണ്ടാക്കാം, നീ ടെൻഷൻ അടിക്കാം, നീ നിന്റെ ചിന്ത മാറ്റ്, നീ ഒന്നും ആദ്യം. അപ്പൊ ഞാൻ രാവിലെ എണീക്കും, പ്രാർത്ഥിക്കും, നല്ലോണം ഇതാക്കും. എന്തോ നമ്മളെ ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ അത് ഇത് എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇനി നീ ഇവിടെ നിൽക്കണ്ട, എന്റെ ദുബായിൽ എന്റെ റൂം ഉണ്ട്, അവിടെ ബെഡ് സ്പേസ് താമസിക്കാൻ എനിക്ക് നീ വാ, അവിടെ ഭക്ഷണം ഉണ്ട്, എല്ലാം ഉണ്ട്, നീ വാ എന്റെ അടുത്ത് വന്നു. അപ്പൊ പറഞ്ഞു ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാം ഷെരീഫ് എന്ന് പറഞ്ഞു. നീ വാ, വന്നിട്ട് നമുക്ക് ശരിയാക്കാം, എന്റെ അടുത്ത് വഴിയുണ്ട്. വഴിയൊന്നും എന്റെ അടുത്തില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു നീ ചിന്തകൾ മാറ്റി എല്ലാം ഇതാക്കി, ഞാൻ ശരിയാക്കി തരും. അപ്പൊ പറഞ്ഞ എല്ലാ വലിയ വലിയ ടീം എടുത്ത് KMCC ആണെങ്കിലും വലിയ വലിയ ടീംസ് എല്ലാം ഈ അറബിനെ പോയിട്ട് കണ്ട്. അറബി ഒരു ഇതുമില്ല, ഒരു വിട്ടുവീഴ്ചക്കൂല, ഒരു വിട്ടുവീഴ്ചയില്ല. കുറെ പ്രാവശ്യം, 1.5 കൊല്ലത്തിൽ കുറെ പ്രാവശ്യം ഇവന്റെ കുറെ ആൾക്കാരെ കൂട്ടിപ്പോയി അറബിന്റെ അടുത്ത്. അറബി 1,60,000 തരാതെ ഒരു ഇതുമില്ല. അപ്പൊ ജോന് 60,000 ദിർഹംസ് കൊടുക്കാന്ന് പറയുന്നത്, ഓരോരുത്തർ 60,000 ദിർഹംസ് ഈ ഇവന് കൊടുക്കാനുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് ജോന് ഫേക്ക് ഇതുണ്ടാക്കിയതാണ്. അങ്ങനെ കോടതിയിൽ വിധി വന്ന് പ്രശ്നങ്ങളായതല്ല. അങ്ങനെ പിന്നെ അത് കൊടുക്കാം, അത് ഞാൻ റെഡിയാക്കാം ഷെരീഫ്, നീ എങ്ങനെ. ഞാൻ പറഞ്ഞു നീ ബാ നമുക്ക് ശരിയാക്കാം. അങ്ങനെ ഞാൻ അവനെ കൂട്ടിയിട്ട് ഇവിടത്തേക്ക് വന്ന്, ഞാൻ വന്നിട്ട് തരാമോ. ഞാന് പിന്നെ എനിക്ക് പരിചയമുള്ള 2 ആളുടെ കോടതിയിലെല്ലാം കളിക്കുന്നത്. ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടാകുമ്പോ അവര് പറ്റിയില്ല, അത് ഓൾറെഡി വിധി വന്നില്ല. അപ്പൊ ഓനെ ഇങ്ങനെ സമാധാനിപ്പിക്കാണ് ഞാൻ പറഞ്ഞു, അവര് ഓൾറെഡി അത്യാവശ്യ ഘട്ടത്തിന് അവർ നാട്ടിൽ പോയി എന്ന് പറഞ്ഞു. അപ്പം വന്ന പാടന്നെ പറഞ്ഞു, ഛേ ഞാനിപ്പോ ഞാന് എനിക്ക് ഇങ്ങോട്ട് വരുന്നതിൽ ഇങ്ങനെ ആയിട്ട് മാറുന്ന ശരി, എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല. നമ്മൾ ടെൻഷൻ, അതിന് വഴിയുണ്ട്. ഞാൻ ഒരാളടുത്തേക്ക് കൂട്ടി, ആളൊരു ടൈപ്പ് സെന്ററിൽ കൂട്ടിയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് അവർ പറഞ്ഞ അറബി മനസ്സ് മാറാതെ നിന്റെ കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊരു ഒരു 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 ഇൻസിഡന്റ് ആണ്, നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കാം. നമ്മളെ എനർജി ലെവൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്താന്നുള്ളതിലൊരു ഇത് പറയാം. അങ്ങനെ പിന്നെ ഇവനെ ഞാൻ പറഞ്ഞു നീ അറബിക്ക് വിളിക്ക്, ഇപ്പൊ നീ വിളിക്ക്. ഇല്ല അവൻ വിളിച്ചെടുക്കില്ല, അവൻ ഭയങ്കര സ്ട്രോങ് ആണ്, നീ ചീത്ത പറയും, കേൾക്കില്ല. ശരി നീ പറഞ്ഞ നീ വിളിക്ക്, ബാക്കി നമുക്ക് നോക്കാം. അറബിക്ക് ഫോൺ വിളിച്ചു. അന്ന് അറബി ഭയങ്കര നല്ല മൂഡിലാണ്. അറബി ഫോൺ എടുത്ത് എന്താ അർബാബ് എന്നാണ് ബോസ് എന്നാണ് ജോനെ വിളിക്കുന്നത്. എന്ത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ട് പറഞ്ഞ് എന്തെങ്കിലും എന്റെ പ്രശ്നം തീർക്കണം, 1.5 കൊല്ലം ഞാൻ ബിസിയില്ല, പണിയെടുക്കാൻ കഴിയില്ല, ബിസിയില്ലാണ്ട് പണിയെടുക്കാൻ പറ്റില്ല, പണിയെടുക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ പൈസ അയക്കാൻ പറ്റില്ല, 3 മക്കളുണ്ട്. അങ്ങനെ ഇങ്ങനെ ടെൻഷനായിട്ട് റൂമിൽ കൂടുതലാണ്. അങ്ങനെ സംസാരിച്ച് ഇവൻ പറഞ്ഞ് നീ ഈ അറബി പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, 60,000 ദിർഹംസ് കൊണ്ട് നീ വാ, നാളെ നമുക്ക് ശരിയാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി ഫോൺ നീ കട്ടാക്കി, ഇനി കൂടുതൽ സംസാരിക്കണ്ട, ഫോൺ കട്ടാക്കി. ഓക്കെ നാളെ കാണാം. ഫോണ് കട്ടാക്കിയിട്ട് പിറ്റേ ദിവസം അപ്പളേക്കും ബ്രദേഴ്സും നമ്മളെല്ലാം കൂടിയിട്ട് 60,000 സെറ്റാക്കി ഓനെ കൊണ്ടുപോയി ഓന്റെ പിന്നെ കേസ് പിൻവലിച്ച് എവറിത്തിങ് ഈസ് ഓക്കെ. ഇത് നമ്മൾ എനർജി കൂടുമ്പോ നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞത് കൊടുത്തോണ്ട് ശരിയാണ്. 1.5 കൊല്ലായിട്ട് കുടുങ്ങി കിടക്കുന്ന ഒരാള് രക്ഷപ്പെട്ട അതെ ഇതൊന്ന്. പിന്നെ അപ്പം ഞാൻ എന്തെല്ലാം ബിസിനസ് ചെയ്യണം എന്ന് അതിൽ എഴുതി വെച്ച് ഇതിന്റെ എല്ലാത്തിന്റെയും ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഓൾറെഡി നടത്തി കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം, ഗ്രോസറി തുടങ്ങണം. പക്ഷെ ഇതിലെ കൂടിയിട്ട് ഞാൻ കമ്പ്യൂട്ടർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത്, അങ്ങനെ ഓരോന്നായിട്ട് ഓട്ടോമാറ്റിക്. ഞാനിപ്പം ഇവിടെ നിന്നിട്ട് ഈ 3 മാസത്തേക്ക് ഇന്ത്യയിലേക്ക് ഏകദേശം 10 lakh ഇന്ത്യൻ റുപ്പീസ് ഞാൻ നാട്ടിലേക്ക് അയച്ചു. ചെറിയ ചെറിയ കടങ്ങളും എൻ്റെ മക്കൾക്കും ഇവരെല്ലാം. പക്ഷെ പൈസ എവിടുന്ന് വന്നതെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല. ഈ പുതിയ ബിസിനസ് നിങ്ങൾക്ക് അറിയില്ല, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു പീരീഡ് ഉണ്ട്. എന്തായാലും ബിസിനസ് ഡെവലപ്പ് ആയി വരുന്ന ഒരു 6 മാസമെങ്കിലും എടുക്കും. ഈ 6 മാസം ഞാൻ ഓൾറെഡി ഇതില് ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ലൈസൻസും ഈ ഓഫീസും ഇന്റീരിയറും എല്ലാം ചെയ്തിട്ട് ഏകദേശം 2-2.5 ലക്ഷം ദിർഹംസ്. 2.5 ലക്ഷം ദിർഹംസ് ആകുമ്പോൾ ഇന്ത്യന്റെ 50 ലക്ഷം. അതിന്റെ ഇനി നമ്മളെ കമ്പനിയുടെ വെബ്സൈറ്റ് ഞങ്ങൾക്ക് കാണിച്ചത്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ ജെന്യൂനിറ്റി മനസ്സിലാവും. ₹1 ഇല്ലാതെ ഒരു വ്യക്തി കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ. ₹1 ഇൻവെസ്റ്റ് ഇല്ലാതെ വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്ന ഈ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ. ഇതാണ് എന്റെ ഇമാജിനേഷൻ, ഇതാണ് എന്റെ സ്വപ്നം. ദിസ് ഇസ് എ റിയാലിറ്റി.
ഇത് എൻ്റെ പാർട്ണർ കെനിയ ഡേവിഡ് ക്യുബോയ്. ഇത് നമ്മുടെ ജനറൽ മാനേജർ ചോപ്പി വർഗീസ്. ഇതെൻ്റെ ഒരു കസിൻ ബ്രദറാണ്. ഇത് ഷെരീബി ഫൗണ്ടർ ആൻഡ് ചെയർമാൻ. എക്സ്പീരിയൻസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിസിനസ്. ദിസ് ഇസ് മൈ റിയാലിറ്റി. അപ്പം ഇതുപോലെ ചാർട്ട് ഉണ്ടാക്കി ഞങ്ങൾ മനസ്സിൽ, ഞാൻ ഇതിൽ പഠിച്ചൊരു പാഠം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എല്ലാ ദിവസവും ഇല്ല 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 പാട്ട് പഠിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ഇല്ലാതായിട്ട് മാറും, ഒന്നും അല്ലാതായിട്ട് മാറും. ഞങ്ങള് എല്ലാം ഉണ്ട് 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 ഞങ്ങൾ തിങ്ക് ചെയ്ത് ഓട്ടോമാറ്റിക് നമ്മളിലേക്ക് വരും. അത് നമ്മുടെ വിഷൻ, നമ്മൾക്ക് ആർക്കും ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടാ. ഈ ലക്ഷ്യങ്ങൾ എഴുതി വെച്ച് അതിന് ഇമാജിനേഷൻ ചെയ്ത് സ്വപ്നങ്ങൾ അത് നമ്മളെ വിഷ്വലൈസേഷൻ ചെയ്ത് ഓട്ടോമാറ്റിക് നമ്മളിലേക്ക് എന്തായാലും എത്തിപ്പെടും. അത് പൈസ അവിടെ ഒരു പ്രശ്നമല്ല. ഓട്ടോമാറ്റിക് പൈസ നമ്മളിലേക്ക് വരും. അത് ഏതെങ്കിലും വഴിയിലായിട്ട് ഞങ്ങളിലേക്ക് പൈസ വരും. പിന്നെ ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന്, എന്നാലും നിങ്ങൾക്കറിയില്ല മനുഷ്യനല്ല, എന്തെങ്കിലും എനിക്കിപ്പം പൈസ കിട്ടാനുള്ള അതിലെ പ്രശ്നങ്ങളെല്ലാം ഇടക്കിടക്ക് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് അത് ഞാൻ അതിനെ മാറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ എൻ്റെ ദൈവം എൻ്റെ പ്രപഞ്ചം എന്നെ കൈവിടൂല, ഇല്ലെങ്കിൽ എൻ്റെ ദൈവം, ഞാൻ ഉണ്ടാക്കിയ കുറെ ഗ്രാറ്റിറ്റ്യൂഡ്സ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ എൻ്റെ ദൈവം എന്നെ കൈവിടൂല, എന്നെ സന്തോഷത്തിലാക്കും. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക് അത് മാറും. പിന്നെ അതുകൂടാതെ പല സാഹചര്യങ്ങളുടെ, പല വ്യക്തികളുടെ, പല സന്ദർഭങ്ങളുടെ എന്നിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നു. നന്ദി പ്രപഞ്ചത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, അൽഹംദുലില്ലാ. ജസ്റ്റ് നമ്മളെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ കൊണ്ട് നടക്കാം. നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കാം. പിന്നെ എന്തിനും ഇന്ന് രാവിലെ നമ്മളെ ഇങ്ങനെ എണീച്ച് നടക്കാൻ പറ്റിയതിന് പ്രപഞ്ചത്തിനോട് നന്ദി പറയാം, അല്ല അള്ളാഹുവിനോട് നന്ദി പറയാം. അപ്പം നമ്മുടെ ലൈഫിന് ജസ്റ്റ് ഒരു മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ജസ്റ്റ് ഒരു മാറ്റം, രാവിലെ എണീക്കുന്നത് കുറച്ച് നേരത്തെ ആക്കാം. പിന്നെ നമ്മള് ഞാൻ മെഡിറ്റേഷൻ ഇപ്പോൾ ദുബൈയിൽ വന്ന പിന്നെ കയറാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്തത് കാണും. പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ ഒരു 10-15 മിനിറ്റ് റെക്കോർഡ് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ കടന്നുറങ്ങും. അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ലൈഫ്. പിന്നെ അതുകൂടാതെ ഹലോ, പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പൈസ ഒരു വ്യക്തി തോൽപ്പിച്ചു പോയിട്ടുണ്ട്. ഞാൻ 4 കൊല്ലം അതിന്റെ ബാക്കിൽ പോയി, ഒന്നും നടന്നില്ല എന്ന് വെച്ചെങ്കിൽ കുറെ പ്രശ്നങ്ങളായി, കേസായി, തല്ലായി, പ്രശ്നങ്ങളായി, കുറെ അങ്ങനെ ഇങ്ങനെല്ലായിട്ട് കുറെ ഒത്തുതീർപ്പെല്ലായിട്ട് കുറെ പൈസ വേറെന്തല്ലോ കുറെ മറ്റേ ടീമിനെല്ലാം കൊടുത്ത് പൈസ എല്ലാം കുറെ പോയി. ഇന്ന് ഉണ്ട് ടീം വിളിക്കുന്നു. പിന്നെ വേറെ ആള് പോയിട്ട് സംസാരിച്ച്, അമ്മ അന്ന് ഏൽപ്പിച്ച ആൾ സംസാരിച്ചിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ സിറ്റിങ്ങിലേക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ശരിയാക്കാം എന്നുള്ള രീതി. നിങ്ങളെല്ലാം പ്രാർത്ഥനയുണ്ടെങ്കിൽ അതും ഇൻഷാ അള്ളാ ഞാൻ ആ പൈസയും കൂടി എൻ്റെ കിട്ടും. ഏകദേശം ഇപ്പം അത് 3 CR പൈസയാണ് അവന്റെ കയ്യിൽ എൻ്റെ പെട്ടിട്ടുള്ള. പിന്നെ അതും കൂടി അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ശരിക്കും ഷുവറായിട്ട് എനിക്കത് കിട്ടും. അത് നമ്മൾ ഓട്ടോമാറ്റിക് പിന്നെ നമ്മളെ ഇമാജിനേഷനിൽ ഉള്ളതാണ്. അതും കൂടി അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഇത്രയാണ് എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും മനസ്സിലാത്തതുണ്ടെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിലും സോറി ഫോർ മാപ്പാക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് ക്ലാസ് എടുത്തിട്ട് പരിചയമില്ല, പക്ഷെ മാനിഫെസ്റ്റോ കോച്ച് ആണെന്ന് ഞാൻ ഓൾറെഡി എൻ്റെ വിഷനിൽ എഴുതിയിട്ടുണ്ട്. അതിനുള്ള ഒരു അവസരം തന്ന പിന്നെ കരീം സാറിനും നമ്മുടെ മറ്റേ സാറിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഇതുവരെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മാത്രം നേടിക്കൂടാ, ഞാൻ ഈ സാറിന്റെ ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ്. ഞാൻ കുറെ കാര്യങ്ങൾ നേടി. അപ്പൊ ഇതെല്ലാം എന്നെ പോലെ കുറെ വിഷമങ്ങൾ കൊണ്ടായിരിക്കും ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വരുന്നതും. അവരെല്ലാം ഞാൻ എന്താണോ ചെയ്തത് അത് ഞാൻ പേഴ്സണലി അന്ന് ഇട്ട് കൊടുത്തിട്ട് കുറെ ആൾ വന്നിട്ട് ഞാൻ കുറെ ആൾക്ക് പറഞ്ഞു, അരമണിക്കൂറല്ല ഞാൻ സൂമിൽ പോയിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായിട്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇതെങ്ങനെ പിന്നെ ഡിസൈൻ ചെയ്യണം, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഷെയ്മൻ ഉണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾ ഫോട്ടോഷോപ്പിലൊന്നും ചെയ്യേണ്ട, ക്യാൻവ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ക്യാൻവയിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ എടുക്കാം, നിങ്ങൾക്ക് സ്വന്തമായി ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായി ഡിസൈൻ ചെയ്തിട്ട് അത് മലയാളം കിട്ടുന്നില്ലെങ്കിൽ typeindia.malayalam.com ഈസി ആയിട്ട് മലയാളം ലാപ്ടോപ്പിൽ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യാം. കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കറക്റ്റ് അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് മ്യൂട്ടാണല്ലോ. സൗണ്ട് പോയി സാർ. ഹലോ,
ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ റെഡി. ഇപ്പൊ കേട്ടു. അപ്പം ഞങ്ങള് പിന്നെ പി ഡി എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലില് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ഡിസൈൻ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ക്യാൻവ എന്നൊരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ക്യാൻവ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് പിന്നെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. മലയാളം indiatyping.com അടിച്ചെങ്കിൽ അതിൽ മലയാളം ടൈപ്പ് ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്തിട്ട് ഇതുമാതിരി തന്നെ കറക്റ്റ് ക്ലാരിറ്റി പിക്ചറോട് കൂടിയിട്ട് നിങ്ങൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം. അതേ എനിക്ക് പറയാനുള്ളൂ. അത് നമ്മുടെ മനസ്സിൽ തറക്കണം. നമ്മളെ ഇതിലേക്ക് വരണം. നമ്മൾ ഈ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു മാസം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ആ കാറിൽ സഞ്ചരിക്കും, ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കും, ഞങ്ങൾ ആ ഫ്ലാറ്റിൽ ജീവിച്ചിരിക്കും. പിന്നെ ആ സ്വർണ്ണങ്ങൾ നമ്മളിലേക്ക് വരും, പൈസകൾ വരും. അത് ചിലപ്പോൾ നമ്മൾ എഴുതിയത് തന്നെ വരണമെന്നില്ല, പക്ഷെ അതിനെക്കാട്ടും വലുത് വരും. അതന്നെ ഇപ്പൊ ഞാൻ 2025 ഒരു പിന്നെ ഓഫീസ് ലെവലിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എഴുതി വെച്ചത്. പക്ഷെ അത് ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ വന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്നതാണ്. പക്ഷേ ഈ സ്റ്റാർട്ടിങ് വരാനുള്ള കാരണം എന്താ? ഈ ബിസിനസ് എൻ്റെ എല്ലാ വിഷനും കണക്ട് ആയിട്ടുള്ള ബിസിനസ് ആണ്. എല്ലാം ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഓൾ ഓഫ് ദ വേൾഡിൽ നമുക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ എല്ലാം വന്ന ഒരു ബിസിനസ് ആണ്. സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് ഇത് വന്ന് ഇതിനെ കൂടി ഇൻഡിവിജ്വലായി കറക്റ്റ് കണക്ട് ആക്കിയിട്ട് എല്ലാ ബിസിനസ്സും ഞാനിപ്പോൾ അൽഹംദുലില്ലാ മുമ്പോട്ടേക്ക് പോകുന്നു. ഇതിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ പറഞ്ഞുതരും. പിന്നെ ഞാൻ ഇത് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം ഇനിയും എനിക്ക് അനുഭവിച്ചത് നിങ്ങൾക്കും കിട്ടട്ടെ, എല്ലാവരും എന്നെ പോലെ ബുദ്ധിമുട്ടിട്ട് വന്നത് എന്നതുകൊണ്ട് മാത്രമാണ്. എന്നെ ഇതുവരെ സഹിച്ച എല്ലാവർക്കും പിന്നെ നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ഇതും കൂടി ഞാൻ ഷെയർ ചെയ്തിട്ട് ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ ഓഫീസിലെയാണ്. ഇത് ഓഫീസിലെ എൻ്റെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ 55 ഇഞ്ച് ടിവിയിൽ ഇത് ഞാൻ ലാപ്ടോപ്പ് അവിടെ കണക്ട് ആക്കിയിട്ടുണ്ട്. ഓൾറെഡി നമ്മളെ മീറ്റിംഗ് റൂമാണ് ഇത്. മീറ്റിംഗിൽ വന്നെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് കണക്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ ഫ്രീ ടൈമിനെല്ലാം ജസ്റ്റ് ഇത് വെച്ചിട്ട് ഫുള്ളായിട്ട് നോക്കി നിൽക്കലാണ് എൻ്റെ പണി. ഇതാ ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇതുമാതിരി തന്നെ ഇതുമാതിരി ഇതിനെക്കാളും ഐഡിയ ഉണ്ടാവും. ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇത് കോപ്പി അടിക്കണമെങ്കിൽ കോപ്പി അടിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം. പക്ഷെ എന്തായാലും ഒരു ക്ലാരിറ്റി പിക്ചർ ആയിരിക്കണം, അത്ര എനിക്ക് പറയാനുള്ളൂ. PDF ആയിരിക്കണം. പിന്നെ JPG ഫയലിൽ കറക്റ്റ് അത് പോയിന്റ് ലെവലിൽ വെച്ചിട്ട് ഡേറ്റ് ഇട്ടിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇമാജിനേഷൻ ചെയ്ത് ഓട്ടോമാറ്റിക് നമുക്ക് വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ പറയാം. Thank you, sir. Thank you. Thank you, Ashok sir. Karib sir.